പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ സിനിമയ്ക്ക് അഗൻസ്റ്റ് അന്വേഷണ ഉത്തരവിട്ട് അവിടെയുള്ള ഹിന്ദുക്കളെല്ലാം വന്ന് മുസ്ലിങ്ങളെ ഒന്നടങ്ക കൊല്ലുന്നത്, റേപ്പ് ചെയ്യണ സീന് കാണിച്ച് അവിടെ നിന്നുള്ള ഒരാള് രക്ഷപ്പെട്ട്, കഥ തന്നെ പറഞ്ഞുതരാം, ആള് രക്ഷപ്പെട്ട് എത്തുന്നത്. എമ്പുരാൻ ഏകദേശം 3 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയിൽ നിന്ന് 3 മിനിറ്റ് ഇപ്പോ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. ഇന്ന് തിങ്കളാഴ്ച. ഇന്ന് തൊട്ട് നമ്മൾ ആ ഒരു കട്ട് ചെയ്ത വേർഷൻസ് ആയിരിക്കും ഇനി തിയേറ്ററിൽ കാണാൻ പോകുന്നത്. 17 സ്ഥലത്താണ് കത്രിക വെച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് പ്രശ്നങ്ങൾ അവിടെ എവിടെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പോലും ഒരിക്കലും സെൻസർ ചെയ്ത ആ ഒരു സിനിമയെ പിന്നെ മുറിക്കാൻ ഇവിടെ ആരും മറ്റേ കത്തി വടിവാളുമായിട്ട് ഇറങ്ങിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് എമ്പുരാൻ? ആ ഒരു ചോദ്യം ഞാൻ ചോദിക്കുക തന്നെ ചെയ്യും. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകനോട് ഒരു രീതിയിലും എനിക്ക് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന നിമിഷം തൊട്ട് എനിക്ക് ഇനി അങ്ങോട്ട് യോജിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഇപ്പോൾ കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ നിശബ്ദത. ഓക്കെ, മിണ്ടണ്ട. പക്ഷെ സ്വന്തം അമ്മയെയും ലാലേട്ടനെയും ഒക്കെ പിടിച്ച് കളത്തിലേക്ക് ഇറക്കി പുറകിൽ നിന്ന് കളി കാണുന്ന വൃത്തികെട്ട പൃഥ്വിരാജിന്റെ ആ ഒരു നയത്തോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ലൊരു നടൻ തന്നെയാണ്. പക്ഷെ പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന് ആ ഒരു വ്യക്തിയെയും പലപ്പോഴും നമുക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും ദ വെരി നെക്സ്റ്റ് ഡേ പുള്ളി ആ ഒരു ഇഷ്ടം ഇല്ലാതെയാക്കും. പുള്ളിയുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. പക്ഷെ പുള്ളി പലപ്പോഴും പുള്ളിയുടെ ആ ഒരു തുറന്നടിച്ചോര സംസാരങ്ങൾ നമുക്ക് ഇഷ്ടമാണ്. ഇപ്പൊ ഈ ഒരു പടത്തിന്റെ പ്രൊമോഷന് പോലും കണ്ട സംസ്ഥാനങ്ങളെല്ലാം കയറി ഇറങ്ങി അയാൾ പ്രൊമോട്ട് ചെയ്തു. അപ്പോഴൊക്കെ അയാളുടെ വായിൽ നാക്കുണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾക്ക് മിണ്ടാൻ വയ്യ. ഒരു FB പോസ്റ്റ്, അതെങ്കിലും ലാലേട്ടൻ ഒരു FB പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്ക് അത് പുള്ളി എടുത്ത് ഷെയർ ചെയ്തു. ആ ഒരു ഷെയർ ചെയ്തപ്പോഴെങ്കിലും ഞാൻ വിചാരിച്ചു നിങ്ങൾ എല്ലാവരും കണ്ടു കാണും, അത് വാർത്താ ചാനലിലൊക്കെ ഇന്നലെ തൊട്ടുണ്ട്. പക്ഷെ ആരും പറയാത്തൊരു കാര്യം ഇതാണ്, ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തപ്പോൾ പോലും ഒരു വാക്ക് ആകെ അദ്ദേഹം അതിനകത്ത് എഴുതിയിട്ടത് L2 എമ്പുരാൻ എന്ന് പറഞ്ഞിട്ട് ഈ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നു. അയാളുടെ ഒരു അഹങ്കാരം, എനിക്ക് അങ്ങനെ തന്നെയാണ് ചിന്തിക്കാൻ തോന്നിയത് ആ ഒരു നിമിഷം. കാരണം ഒരു വാക്ക് ലാലേട്ടനെ പോലൊരു വ്യക്തി വന്ന് അത്രയും എഴുതി ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്ത് തെറ്റുണ്ട്, അതിനകത്ത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞ് പുള്ളി ഒരു പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്ക് ക്ഷമാപണമൊന്നുമല്ല, ലാലേട്ടൻ ക്ഷമ പറയണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഇനി അഥവാ ഇനി ഇവിടെ ചില ചേട്ടന്മാർക്ക് മറ്റേ കത്തിക്കൂവി ഇനിയും ക്ഷമ പറഞ്ഞേ പറ്റൂ സിനിമയുടെ അണിയറ പ്രവർത്തകർ എന്നൊക്കെ പറയുകയാണെങ്കിൽ വേണമെങ്കിൽ പൃഥ്വിരാജ് പറയട്ടെ, ലാലേട്ടൻ പറയേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ പറയില്ല. ഒരു കാരണവശാലും പുള്ളി ഇന്ന് എഴുതിയിടേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു. എഴുതിയിടേണ്ട ആ സിനിമയുടെ സംവിധായകനോ അല്ലെങ്കിൽ ആ സിനിമയുടെ തിരക്കഥാകൃത്തോ ആയിരുന്നു. അവർ ഇതുവരെയായിട്ടും ഒരു തേങ്ങയും ചെയ്തിട്ടില്ല. പൃഥ്വിരാജ് താങ്കളോട് പുച്ഛം തോന്നുന്നു, പുച്ഛം. ഇല്ലെങ്കിൽ നീ ലാലേട്ടനെ കൊണ്ട് അത് ചെയ്യിക്കരുതായിരുന്നു, പുള്ളിയെ കൊണ്ട് അത് എഴുതിയിടിപ്പിക്കലായിരുന്നു. പുള്ളിയുടെ നല്ല മനസ്സ് പുള്ളി എഴുതിയിട്ടു. നിനക്ക് വല്ലതും പറയണമെങ്കിൽ നീ പറയണമായിരുന്നു. ഈ നിമിഷം ഞാൻ വീഡിയോ ചെയ്യുന്നോളം വരെ ഒരു തേങ്ങയും പൃഥ്വിരാജിന്റെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും ഈ ഒരു വിഷയത്തിൽ വന്നിട്ടില്ല. പൃഥ്വിരാജിന്റെ വൈഫ് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് എഴുതിയിട്ടൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. പുച്ഛമാണ്, പട്ടിപ്പുച്ഛം. നാട്ടുകാരെ, നമ്മൾ തന്നെ പോയി അയാളുടെ സിനിമ കാണണം, കാശ് അങ്ങോട്ട് കൊടുക്കണം, എന്നിട്ട് അവരുടെ വായിരിക്കുന്നത് തെറിയല്ല ഇങ്ങോട്ട് കേൾക്കണം. ആ ഒരു മൂട, മനസ്സിലായില്ലേ? പുച്ഛം, പുച്ഛിച്ചോളൂ. പക്ഷെ ലാലേട്ടനെ പോലുള്ള വ്യക്തിയെ വെച്ചോണ്ട് നാട്ടുകാരുടെ ഫ്രണ്ടിൽ കോമാളിത്തരം കാണിക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ സിനിമയല്ല ഞാനിപ്പോ വിമർശിക്കുന്നത്, നിങ്ങളെയാണ് വിമർശിക്കുന്നത്. ഇന്നലെ നിങ്ങളുടെ അമ്മ വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു മാധ്യമങ്ങളോട്. നമുക്കിനി അതൊന്ന് കാണാം, എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഏതായാലും മോഹൻലാൽ പറഞ്ഞിട്ടില്ല പൃഥ്വിരാജ് ചതിച്ചെന്ന്, ആന്റണി പെരുമ്പാവൂറും പറഞ്ഞിട്ടില്ല ചതിച്ചെന്ന്. പിന്നെ എന്തുകൊണ്ട് ഞാനത് പോസ്റ്റ് ഇട്ടു എന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരുപാട് സംഘടനകൾ ഉണ്ടല്ലോ സിനിമയെ സംബന്ധിച്ച്. അവരുടെ സംഘടന, ഇവരുടെ സംഘടന, മറ്റവരുടെ സംഘടന, ആർട്ടിസ്റ്റുകളുടെ സംഘടന. ആരെങ്കിലും എന്തെങ്കിലും ഇത്രയും കാലം നിന്ന് നിങ്ങൾ എല്ലാവരും പറയാവുന്ന മലയാള സിനിമയുടെ ഒരു സംഭവമാണ് ഇത്. കഥ കൊണ്ടല്ല, അതിന്റെ ടേക്കിങ്സ് കൊണ്ടാണ് പൃഥ്വിരാജിന് കൂടുതൽ പേര്. നന്നായിട്ട് ഒരു വിദേശ പടം പോലെ എടുത്തിരിക്കുന്നു എന്നൊക്കെയാണ് എനിക്ക് അമേരിക്കയിൽ നിന്നും ലണ്ടനിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും എന്റെ ഫോണിൽ കിടപ്പുണ്ടല്ല. എന്ത് വേണമെങ്കിലും ഞാൻ തെളിവ് തരാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയുന്ന ഒരു ചിത്രം എടുത്ത് മലയാള സിനിമയ്ക്ക് അതൊരു നല്ല പേര് തന്നെയാണെന്ന് അവർ അഭിനയിച്ചവർ വരെ എന്നോട് വിളിച്ചു പറയുമ്പോൾ, അങ്ങനെ ഒരു കുട്ടിയെ ചതിയനെന്ന് മുദ്ര കുത്താൻ അവിടെ ഇരിക്കുന്ന ആർക്കൊക്കെയാണ് മനസാക്ഷിയുള്ളത്? അങ്ങനെ ഒരു സിനിമ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നല്ല കാര്യമാണ്. അദ്ദേഹം മലയാള സിനിമയ്ക്ക് വേണ്ടി നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്തത്. അയാൾക്ക് അത്രയും കോൺടാക്ട്സ് ഉള്ളത് കൊണ്ട്. പുതുതായിട്ടൊന്നും അയാൾ മലയാള സിനിമയിൽ ചെയ്തിട്ടില്ല. പുതുതായിട്ട് എന്തെങ്കിലും അയാൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇപ്പം ഹോളിവുഡിലാണെങ്കിലും ബോളിവുഡിലാണെങ്കിലും ടോളിവുഡിലാണെങ്കിലും എവിടെയും ചെയ്യാത്തൊരു സാധനം അത് മലയാളത്തിൽ നിന്ന് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് ക്ലാസ്, അതാണ് ഹീറോയിസം. ഇത് ഹോളിവുഡ് സ്റ്റൈലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്.
നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലെ കണ്ടിട്ടുള്ളൂ, നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സാധനം പുള്ളി ഇവിടുന്ന് കാണിക്കാൻ, അത് പുള്ളിയുടെ ഒരുപാടങ്ങ് കഴിവ് കൊണ്ടൊന്നും അല്ല. അത് ഈ പ്രിയപ്പെട്ട അമ്മ മനസ്സിലാക്കുക. പുള്ളിയുടെ ഒരുപാട് വലിയ കഴിവ് കൊണ്ടല്ല, പുള്ളിക്ക് അതിനുള്ള കോൺടാക്ട്സ് ഉണ്ട്, പുള്ളിക്ക് അതിനെ പറ്റിയ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ എല്ലാ സംവിധായകന്മാർക്കും ചിലപ്പോൾ ആ ഒരു ചാൻസ് കിട്ടണമെന്നില്ല. അതുപോലെയുള്ള ഇവിടെ ഇഷ്ടംപോലെ കഴിവുള്ള സംവിധായകന്മാർ വേറെ ഉണ്ട്, മനസ്സിലായില്ലേ? പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ, സുകുമാരന്റെ മകൻ, പിന്നെ എല്ലാരെയും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനുള്ള ഒരു സംഗതി എല്ലാം പുള്ളിക്കുണ്ട്. അതുകൊണ്ടാണ് പുള്ളിക്ക് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയത്, മനസ്സിലായില്ലേ? ഇവിടെ ഇഷ്ടംപോലെ സംവിധായകരുണ്ട്, അവർക്കും ഇതുപോലെ കാശറിയാനുള്ള ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ, അവർക്ക് ഇതുപോലെ ടെക്നിക്കൽ സൈഡിൽ നിന്ന് ഇത്രയും സപ്പോർട്ട് കൊടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, വലിയ വലിയ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കും ചെയ്യാൻ പറ്റും. അവർക്കും ഇവിടെ പല കഴിവുകളും അവരുടെ കഴിവുകൾ കാണിക്കാൻ പറ്റും. അതുകൊണ്ട് അത് പറഞ്ഞ് മകനെ പൊക്കാൻ നിൽക്കണ്ട. പിന്നെ അയാൾ ചെയ്തിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇവിടെ ആർക്കും ചെയ്യാൻ പറ്റില്ലായിരുന്നു, കാരണം ഇവിടെ എല്ലാവർക്കും അത്രയ്ക്കും കോൺടാക്ട് ഇല്ല. ആരെയും വിശ്വസിച്ചത്രയും ആചാരം ഇറക്കത്തില്ല. ഇത് ഇയാളെ വിശ്വസിച്ച് ഇറക്കും. പുള്ളി അതിനുള്ള ബ്രില്യൻസ്, അത് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലും പറഞ്ഞാണ്, ബ്രില്യന്റ് ആണ് പൃഥ്വിരാജ്. അതാണ് ആ ഒരു ബ്രില്യൻസ് ആണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ? അതിന്റെ ഒരു ഗെയിമാണ്. എത്ര പേർക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പുള്ളിയുടെ ബ്രില്യൻസ് ആണ് സത്യം പറഞ്ഞ ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരക്ഷരം ഇണ്ടാതെ പുറകിലിരുന്ന് അവൻ കളി കാണുന്നു. ഫ്രണ്ടിൽ ലാലേട്ടനെ നിർത്തി, ലാലേട്ടനെ കൊണ്ടൊരു പോസ്റ്റ് ഇടിയിക്കുന്നു. ഇന്നോട്ട് കട്ട് ചെയ്താലും പടം ലോകമെമ്പാടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അത് ഈ പടം നിർത്തണം, കട്ട് ചെയ്യണം, പടം മറ്റേതാക്കണം, മറിച്ചതാക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഓരോരുത്തരും അതൊന്ന് ആലോചിച്ചാൽ കൊള്ളാം. സത്യം പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഈ പടത്തിന് ബൂസ്റ്റ് കൊടുത്തോണ്ടിരിക്കുക, ഈ പറഞ്ഞ് ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെ. പൃഥ്വിരാജിന് ഇതായിരുന്നു വേണ്ടത്. പൃഥ്വിരാജ് എന്താണോ ചിന്തിച്ചത് അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാരും ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇനി നമുക്ക് ബാക്കി കേൾക്കാം എന്താണ് ഈ അമ്മ പറയുന്നത്, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. മല്ലിക സുകുമാരൻ, എനിക്ക് മനസ്സിലാവാത്തത് മല്ലിക ഇപ്പോൾ പറഞ്ഞതുപോലെ ഇത്രയധികം മലയാള സിനിമയ്ക്ക് വേണ്ടി സംഭാവനകൾ ചെയ്ത പൃഥ്വിരാജിനെ പിന്തുണയ്ക്കാൻ ഈ പറയുന്ന ആളുകൾ, ഇപ്പോ മേജർ രവി മോഹൻലാലിന്റെ ആത്മാർത്ഥ സുഹൃത്താണെന്ന് പറഞ്ഞു, മോഹൻലാൽ അടക്കം മേജർ രവി പറഞ്ഞതുപോലെ അല്ല എന്ന് പരസ്യമായി വന്ന് പറയുന്നില്ല. ഫേസ്ബുക്ക് പോസ്റ്റ് മോഹൻലാലിന്റെ ഖേദപ്രകടനത്തിൽ പോലും എവിടെയോ എല്ലാവരും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്നൊന്ന് പരോക്ഷമായി പറഞ്ഞു പോകുന്നത്. മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് അതിൽ എല്ലാവർക്കും കൂട്ടുത്തരവാദിത്വമാണ്. അദ്ദേഹം ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടി നേരത്തെ ആകാമായിരുന്നു എന്നൊരു വിഷമം എനിക്കുണ്ട്. കാരണം എനിക്ക് ലാലുവിനെ ഇന്നലെയുള്ള പരിചയമല്ല. രാജുവിനെ ഓക്കെ, ലാലനെ ഇന്നലെയുള്ള പരിചയമൊന്നും അല്ല, ഓക്കെ. പക്ഷെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ലാലേട്ടൻ ഇട്ട പോസ്റ്റ് അത് കുറച്ച് താമസിച്ചു പോയെന്നോ? എങ്ങനെ എനിക്കറിയില്ല, എങ്ങനെ മല്ലിക സുകുമാരൻ ചേച്ചി താങ്കൾക്ക് വന്ന് ഇങ്ങനെ ഒരു കാര്യം പറയാൻ തോന്നി? ലാലേട്ടൻ ആ ഒരു പോസ്റ്റ് ഇട്ടത് താമസിച്ചു പോയെന്ന്. നിങ്ങളുടെ മകൻ എന്തിട്ടു? നിങ്ങളുടെ മകൻ എന്തെങ്കിലും ചെയ്തോ? അദ്ദേഹമല്ലേ ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്, സംവിധായകൻ. ഒരക്ഷരം അയാളുടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നു ഇത്ര നേരമായിട്ട്? ഇല്ല. ലാലേട്ടൻ ഇട്ട പോസ്റ്റ് പോലും അയാൾ ഷെയർ ചെയ്തപ്പോ അയാളുടെ ഭാഗത്തുനിന്ന് ഒന്നും എഴുതിയിട്ടില്ല. L2 എമ്പുരാൻ, ഇത് മാത്രമാണ്. പോയി നോക്കാം നിങ്ങൾക്ക് ഞാൻ പറയുന്ന കള്ളമാണോ എന്ന്. വേറെ ഒരു തേങ്ങയും അയാളുടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. എന്നിട്ടാണ് പൃഥ്വിരാജിന്റെ അമ്മ വന്ന് പറയുന്നത് ലാലേട്ടൻ ഇട്ട് കുറച്ച് വൈകിപ്പോയി, നേരത്തെ ഇടേണ്ടതായിരുന്നു എന്ന്. നാണമില്ലേ നിങ്ങൾക്ക് ഇത് പറയാൻ? നാണമില്ലേ? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല. എന്നെക്കാട്ടിലും ഒരുപാട് സീനിയറാണ് നിങ്ങൾ, ഒരുപാട് പ്രായത്തിന് മൂത്ത ഒരാളാണ്, എല്ലാ ബഹുമാനവും മനസ്സിലുണ്ട്. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ ആ ലാലേട്ടൻ എന്ന് പറയുന്ന മനുഷ്യനെ വീണ്ടും കുഴിയിലോട്ട് തള്ളിയിടുന്നതാണൊക്കെ എനിക്ക് തോന്നുന്നത്. എന്തിനാ അയാളോട് ഇത് ചെയ്യണം? എന്തിനാ ലാലേട്ടനോട് ഇത് ചെയ്യണം? അദ്ദേഹം അത് ഇട്ടത് ലേറ്റ് ആയി പോയെന്ന്, നേരത്തെ ചെയ്യേണ്ടതായിരുന്നെന്ന് നിങ്ങളുടെ മകനോട് പറയാം. നിങ്ങളുടെ മകൻ വന്ന് സംസാരിക്കാൻ പറ. എന്തുകൊണ്ട് അയാൾ വരുന്നില്ല? നിങ്ങൾ തന്നെ ഇന്നലെ ഒരു ചാനലിൽ പോയി അടുത്ത ചാനലിൽ പോകുന്നു, ഇങ്ങനെ ചാടി നിങ്ങളെ വെച്ച് കളിക്കുന്നു അവൻ. അങ്ങനെ ഞാൻ പറയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളല്ല സംസാരിക്കേണ്ടത്. നിങ്ങൾ ഈ സിനിമയിൽ അഭിനയിച്ചൊരു വ്യക്തി പോലും അല്ല, ഈ സിനിമയെ ഒരു ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ. മേജർ രവി വന്ന് ഇന്നലെ പോസ്റ്റ് ഇടുന്നു, അയാൾക്ക് പ്രാന്താണെന്ന് ഞാൻ പറയുള്ളൂ. അയാൾ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്ക് അയാൾ ചാടി വീഴും, എന്നിട്ട് ലാസ്റ്റ് അയാൾ തന്നെ പണി മേടിക്കും. അയാൾ തന്നെ വന്നിരുന്നത് വായതോർ. അയാളൊന്നും ആരും വിശ്വസിക്കത്തില്ല. മല്ലിക ചേച്ചി ഒരിക്കലും അത് ഓർത്ത് പേടിക്കണ്ട. അയാൾ ഇതിന് മുമ്പ് ഇത് കണക്ക് ഓരോ വർത്താനം കൊണ്ട് പറഞ്ഞിറങ്ങിയിട്ട് ലാസ്റ്റ് അയാൾക്ക് തന്നെ ഒട്ട് കിട്ടി മിണ്ടാതെ പിന്നെ വീട്ടിൽ കയറിയ ടീമാണ്. പുള്ളി ഇങ്ങനെ എന്തെങ്കിലും കേൾക്കുമ്പോഴത്തേക്ക് മാത്രം ചാടി വീഴും, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പൃഥ്വിരാജ് കഥ മൊത്തത്തിൽ ലാലേട്ടൻ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ അയാൾ വന്ന് പറയുമ്പോഴത്തേക്ക് അതൊന്നും ആരും വിശ്വസിക്കുന്നില്ല മല്ലിക ചേച്ചി. പക്ഷെ നിങ്ങൾ ഈ പറയുന്നത് ലാലേട്ടൻ നേരത്തെ ഇടേണ്ടതായിരുന്നു അന്നൊക്കെ പറയുന്നത് ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റില്ല. ഒരിക്കലും അതിനോട് യോജിക്കാൻ പറ്റില്ല. കാരണം ലാലേട്ടൻ ഇടണ്ടായിരുന്നെന്നേ ഞാനൊക്കെ പറയുള്ളൂ. എന്തിനു ലാലേട്ടൻ ഇടണം? സംവിധായകനിടട്ടെ, ഇല്ലെങ്കിൽ ആ കഥ എഴുതിയ ആളിടട്ടെ. ആ കഥ എഴുതിയ ആളെ ഇവിടെ ആരും വിമർശിക്കുന്നില്ലല്ലോ. അയാളെയല്ലേ ഫസ്റ്റ് വിമർശിക്കണ്ടേ? അയാളല്ലേ ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കി എഴുതി ഡയറക്ടറിന്റെ അടുക്കലോട്ട് പ്രൊഡ്യൂസറുടെ അടുക്കലൊക്കെ ചെല്ലുന്നത്. അത് കഴിഞ്ഞിട്ട് ഡയറക്ടറിനെ പറ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്ക് ബാക്കി കേൾക്കാം.
ശ്രീമതി മല്ലിക സുകുമാരൻ, ഇപ്പൊ അതൊക്കെയാണ് വലിയ ഗൂഢാലോചന സിദ്ധാന്തമായിട്ട് ഇവർ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി ശ്രീമതി മല്ലിക സുകുമാരൻ, അങ്ങനെ എല്ലാം ഒന്നും അങ്ങനെ ഒരാളിന്റെ പുറത്തോട്ട് ചാരാതെ അവതരിപ്പിച്ചു എല്ലാവരും എല്ലാം അവതരിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി ഈ സിനിമയുടെ ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷമാണ് മോഹൻലാൽ വരുന്നത്. അതിന് മുൻപാണ് ഈ പറഞ്ഞ വിവാദ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതൊന്നും മോഹൻലാൽ അറിയാതിരിക്കുകയായിരുന്നോ? അല്ല, മോഹൻലാൽ ഫുൾ സ്ക്രിപ്റ്റ് അറിയാം. ഓരോ പേജും ഓരോ ഡയലോഗും മോഹൻലാലിന് കാണാൻ പാടാണ്, മോഹൻലാലിന് അറിയാം. അപ്പൊ അവരൊന്നും ഇതിങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പകപോക്കലിന്റെയൊക്കെ കഥകൾ ഏതെല്ലാം ഭാഷയില് ഏതെല്ലാം റിലീജിയനെ ബേസ് ചെയ്ത് ഹിന്ദു പഴയ എന്താ പറയാ പുരാണ കഥകളായാലും വടക്കം വീരഗാഥ, ഉണ്ണിയാർച്ച, തച്ചോളിയോദയനം തുടങ്ങി അവിടുന്ന് തുടങ്ങി വന്ന് 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 വെള്ളിമൂങ്ങ വരെയുള്ള പടങ്ങളുടെ തീമിനെ ചൊല്ലി എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നിരിക്കുന്നു. മോഹൻലാലിന് ഈ ഗോത്ര അടക്കമുള്ള കാര്യങ്ങൾ ഈ സിനിമയിലുള്ളത് അറിയാം, എല്ലാ ഭാഗവും അറിയാം. ഏത് ഈ സിനിമയിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ മോഹൻലാൽ അറിയാം എന്നല്ലേ താങ്കൾ പറഞ്ഞത്? മോഹൻലാലും പൃഥ്വിരാജും മുരളി ഗോപിയും കൂടെ സ്ക്രിപ്റ്റ് വായിക്കാതെ ആരെങ്കിലും പടത്തിൽ അങ്ങനെ ഒരു പടത്തിലും ഇല്ലല്ലോ. ഒരു സെക്കൻഡ് മാഡം, ഇപ്പൊ ഈ മേജർ രവി പറഞ്ഞത് മേജർ രവി പറഞ്ഞത് കീർത്തി ചക്ര എന്ന സിനിമയുടെ കഥയുടെ ചില ഭാഗങ്ങൾ മാത്രമേ മോഹൻലാൽ കേട്ടിട്ടുള്ളൂ. ഒരു സെക്കൻഡ് സിനിമ മുഴുവൻ കണ്ടിട്ടില്ല. സിനിമ ഭയങ്കര ഹിറ്റായപ്പോഴാണ് അദ്ദേഹം വന്ന ആ സിനിമ കണ്ടതെന്നാണ്. എന്ന പോലെ എമ്പുരാന്റെ മുഴുവൻ കഥ കേൾക്കാതിരുന്നിട്ടുണ്ടോ? എമ്പുരാന്റെ കഥ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാലേട്ടൻ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ മല്ലികാമ്മ പറയുന്ന കണക്ക് ഓരോ പേജും ഓരോ ഡയലോഗും ലാലേട്ടൻ കാണാപ്പാടം പഠിച്ചിരിക്കാനായിട്ട് ലാലേട്ടൻ എന്താ പ്രാന്തോ? ലാലേട്ടന്റെ ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ കാണാപ്പാടം പഠിച്ചാൽ പോരെ? അല്ലാതെ അതിനകത്ത് ഓരോ പേജും വായിച്ച് ഓരോ സീനിലും എന്തൊക്കെയാ നടക്കുന്നതെന്ന് ലാലേട്ടൻ നോക്കിയിരിക്കുവോ? എനിക്കറിയില്ല. ചിലപ്പോൾ ഇത്രയും വലിയൊരു പടമായതുകൊണ്ട് ചിലപ്പോൾ ലാലേട്ടൻ നോക്കി കാണുമായിരിക്കും. പക്ഷെ എന്നാലും മല്ലികാമ്മ അങ്ങനെ പറയുമ്പോൾ ഓരോ ഡയലോഗും ലാലേട്ടന് കാണാപ്പാടം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മറ്റുള്ളവരുടെ ഡയലോഗ് എന്തിനാ ലാലേട്ടൻ കാണാപ്പാടം പഠിക്കുന്നത്? അല്ല, എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ മറ്റവന്റെ കാര്യം മേജർ രവി, അതിനെ ഇവിടെ വലിയ വിലയൊന്നും ആൾക്കാർ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി പറയുന്നതിനോട് പുള്ളി ഒന്ന് പറയാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. പുള്ളി ഒരു അക്ഷരം സംസാരിക്കാതിരിക്കുന്നതായിരിക്കും ലാലേട്ടനും പൃഥ്വിരാജിനും ഒക്കെ ഏറ്റവും നല്ലൊരു കാര്യം. മനസ്സിലായില്ലേ? പിന്നെ ഇനി അടുത്ത ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സംഗതി വേറൊന്നുമല്ല, പിന്നെ നിങ്ങൾ അറിയാതെ പോയൊരു കാര്യം ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ കണ്ടൊരു കാര്യം, ആലപ്പുഴയിലൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ആലപ്പുഴയിലൊക്കെ ഫാൻസുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും ഫാൻസിൽ നിന്നൊക്കെ പല ആളുകളും രാജിവെച്ച് പോകുന്ന അവസ്ഥ വരെ എത്തി. മിസ്റ്റർ പൃഥ്വിരാജ്, താങ്കൾ ഇതൊക്കെ ആലോചിക്കണം, താങ്കൾ ഇതൊക്കെ കാണണം, താങ്കൾ ഇതൊക്കെ അറിയണം. നിങ്ങളാണ് സംസാരിക്കേണ്ടത്. നിങ്ങൾ കാരണം ഇവിടെ പണി കിട്ടുന്നതും മൊത്തം ലാലേട്ടനാണ്. ലാലേട്ടന്റെ ഫാൻസിന്റെ ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഇത് നിങ്ങൾ കാരണം മാത്രമാണ്. ഒരക്ഷരം മിണ്ടാതെ വീട്ടിൽ കയറി ഇരുന്നിട്ട് അമ്മയും ഒക്കെ പുറത്തേക്ക് ഇറക്കി വിട്ടിട്ട് കാര്യമില്ല സംസാരിക്കാൻ. നിങ്ങൾ വേണം സംസാരിക്കാൻ. ആവശ്യമില്ലാത്തപ്പോഴൊക്കെ നിങ്ങൾക്ക് നാക്കൊണ്ട് സംസാരിക്കാൻ, മറ്റുള്ളവരുടെ നെഞ്ചത്ത് കയറാൻ. അല്ലെങ്കിൽ കാര്യം പറയാൻ. നെഞ്ചത്ത് കയറാണെന്ന് ഞാൻ പറയുന്നില്ല, പൃഥ്വിരാജ് പറയുന്നതിനകത്ത് കാര്യങ്ങളുണ്ട്. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് നാവ് ഉണ്ടായിരുന്നു എപ്പോഴും. ഇപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ ആ നാവ് എടുത്ത് പുറത്തേക്ക് ഇടുന്നില്ല? എന്തിനു വീട്ടിൽ കയറി ഇരിക്കുന്നു? ഇല്ലെങ്കിൽ നാട് വിട്ട് പുറത്തു പോകുന്നു? നിങ്ങൾ സംസാരിക്കണം. ലാലേട്ടൻ ഒരു കാരണവശാലും എനിക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ലാലേട്ടനെ എഴുതിയിട്ടത് വേണ്ടായിരുന്നു എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. അതുപോലെ തന്നെ ഈ പടം കട്ട് ചെയ്യേണ്ടതെന്ന് ഒരു കാര്യമില്ല. എന്ത് കാര്യത്തിന്? ചില ആളുകൾ പറയുന്നത് കേട്ടു. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. ഈ ഒരു ലേഡി, ഇവരെ നമ്മുടെ പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസിൽ നിന്ന്, അതായത് മോദിജിയുടെ ഓഫീസിൽ നിന്ന് നിങ്ങളിത് കാണുക, ഈ ഒരു സിനിമ കണ്ടിട്ട് റിപ്പോർട്ട് കൊടുക്കൂ എന്ന് പറഞ്ഞ ഒരു ലേഡിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവര് ഈ ഒരു സിനിമ കണ്ടിട്ട് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കേൾക്കാം. നെഞ്ചിൽ കൈവച്ച് പറയാണ്, ഇതുമാതിരി ഒരു സിനിമ ലൈഫിൽ കണ്ടിട്ടില്ല. ഇത് നമ്മൾ കണ്ട ഓരോ ടെററിസ്റ്റ് അറ്റാക്കുകളിനെ കാണുമ്പോൾ നമ്മൾ ശ്വാസം അടക്കി പിടിച്ചിരുന്ന പോലെയാണ് ഞാൻ ഈ സിനിമ കണ്ടത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കലാപം ഉള്ളത് നമ്മൾ മറക്കാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട്, യുദ്ധങ്ങളും കലാപങ്ങളും നമ്മളെ ഒരാൾക്കാർ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഇങ്ങനെ ഉണ്ടായ ഒരു കലാപത്തിൻ്റെ ഒരു തീ സാധാരണ കത്തിപ്പോയ ഒരു ട്രെയിനിൻ്റെ ബോഗീനെ കൊണ്ട് അവിടെയുള്ള ഹിന്ദുക്കളെല്ലാം വന്ന് മുസ്ലിങ്ങളെ ഒന്നടങ്ക കൊല്ലുന്നത്, റേപ്പ് ചെയ്യണ സീന് കാണിച്ച് അവിടെ നിന്നുള്ള ഒരാൾ രക്ഷപ്പെട്ട്, കഥ തന്നെ പറഞ്ഞുതരാം, ആള് രക്ഷപ്പെട്ട് എത്തുന്നത് ലഷ്കർ-ഇ തൊയ്ബന്റെ ഗാങ്ങില്. അവിടുത്തെ ഗാങ് ലീഡറാണ് മോഹൻലാൽ. വർഗീയ ലഹള ഗുജറാത്ത് കലാപത്തിന്റെ മേലെ തന്നെയാണ് ഈ സിനിമ പോണ, അതിന്റെ പ്രതികാര ബുദ്ധിയാണ്. അപ്പൊ നിങ്ങൾ അത് എവിടെ കാണിക്കൂ? പിന്നെ കാണിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയം അങ്ങകലെ യമൻ ലാൻഡിൽ, യമൻ വൈ ഇറ്റ് ഇസ്
ആ മരുഭൂമിയിൽ നിന്ന് പറയുമ്പോൾ ദറ്റ് ഇസ് ഒരു ഇസ്ലാമിക തീവ്രത കൊണ്ടുവന്ന ഒരു സാധനമല്ലേ ഇത്. ഇപ്പം എന്താണ് എഡിറ്റിംഗ് കഴിയാത്ത സിനിമ കാണാൻ സുഡാപ്പികൾ പെരുന്നാളടക്കം എല്ലാവരും പോകും. കാരണം ഇത് എന്തോ വലിയ സംഭവമാണ് ഹിന്ദുക്കളെയൊക്കെ കൊല്ലണത്. നരേന്ദ്രമോദിനെയും അമിത്ഷാനെ വെല്ലുവിളിച്ചൊന്നും ഒരു സിനിമക്ക് ഇത്രയും ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്രയും ഇതായിട്ട് കിട്ടുന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അതിനുള്ള പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ സിനിമയ്ക്ക് എഗൻസ്റ്റ് അന്വേഷണ ഉത്തരവൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇതൊക്കെ എവിടെയാ ചെന്ന് നിൽക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. എനിക്കിപ്പോ ഈ ലേഡി ഇവർ പറയുന്ന കാര്യങ്ങളോടാണ് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല ഒരു പരിധിയിൽ കൂടുതൽ. കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, അവരതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദുക്കളെ കൊല്ലുന്ന മാത്രമല്ല മുസ്ലിങ്ങളെ കൊല്ലുന്നതൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ. എന്നെ സംബന്ധിച്ച് ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജാതി എന്ന് പറയുന്നത് അത് ഹിന്ദു മുസ്ലിം അങ്ങനെയല്ല, പെൺജാതി ആൺജാതി, എനിക്ക് അത്രേ ഉള്ളൂ. മനസ്സിലായില്ല, ഞാൻ അങ്ങനെ തന്നെ സംസാരിക്കുകയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ എന്താണ് മറന്നു പോകേണ്ട, അതായത് യുദ്ധങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ മറന്നു കളയണം. അതൊന്നും എന്നും ഓർത്ത് വെച്ചോണ്ടിരുന്ന അത് കാര്യമില്ല. പക്ഷേ പുതുതലമുറ അത് അറിയുന്നോണ്ട് എന്താ ഇത്ര പ്രശ്നം? നടന്ന കാര്യമല്ലേ, നടക്കാത്ത കാര്യമൊന്നും അല്ലല്ലോ. നടന്ന കാര്യമാണല്ലോ, നടക്കാത്തൊരു കാര്യമല്ല ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതും പോട്ടെ. യമനിലൊക്കെ പോയി ചെയ്ത് ഇതൊരു സിനിമയാണ്. അത് ഒന്ന് മനസ്സിലാക്കുക. ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമയൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് കുറെ പേര് അതിന്റെ പുറകെ ഇറങ്ങിയായിരുന്നല്ലോ. എന്നിട്ട് എന്തായി? അതിനകത്തൊന്ന് വല്ലതും കട്ട് ചെയ്ത് കളഞ്ഞോ? ഇല്ല. പിന്നെ ഇതിനോട് മാത്രം എനിക്കത് മനസ്സിലാവാത്തത്. ആർക്കാണ് ഇത്രയും കൊണ്ട് പൊള്ളുന്നതിനകത്ത് കാര്യമുണ്ട്, അതുകൊണ്ടാണ് പൊള്ളുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ആ പൊള്ളലങ്ങ് സഹിച്ചിട്ട് ഊതി കളഞ്ഞേക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ എടുത്തൊക്കെ ഇത്ര വലിയൊരു സിനിമ എനിക്കത് മനസ്സിലാവുന്നില്ല. സിനിമയ്ക്കെതിരെ എനിക്കൊന്നും പറയാനില്ല. എനിക്ക് പടം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ മറ്റേ വലിയ തേങ്ങമാങ്ങ അങ്ങനൊന്നും അല്ല, ഓക്കെ സിനിമയാണ്. കട്ട് ചെയ്ത് കളഞ്ഞിപ്പോ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അതെന്റെ അഭിപ്രായം. പക്ഷേ പൃഥ്വിരാജ് അദ്ദേഹം ഇപ്പൊ ഇങ്ങനെ ഈ കാണിക്കുന്നതിനോട് ഒരു രീതിയിലും യോജിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.